ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് യുഎസും ഇറാനും മുഖാമുഖം സംഘർഷാവസ്ഥയിൽ നിൽക്കുന്നു. അതിനിടയിൽ കമലാ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാകുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ യുഎസ് ഒന്നും നേടിയില്ലെന്നും സാമ്പത്തികമായും സൈനികമായും യുഎസ് തകർന്നുവെന്നും കമലാ ഹാരിസ് കുറ്റപ്പെടുത്തി. ട്രംപിനെ ഇസ്രായേൽ യുദ്ധത്തിൽ വലിച്ചിഴച്ചതാണ് കാര്യമില്ലാതെ യുദ്ധത്തിലേക്ക് പോയതെന്നാണ് കമലാ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ. ഇറാനുമായി അമേരിക്കയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇസ്രായേലും ഇറാനുമായി ദീർഘകാലത്തെ ശത്രുതയുണ്ട്. നെതന്യാഹു ട്രംപിനെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു. യുദ്ധം നടക്കാതിരിക്കാനുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അതിനുശേഷം അമേരിക്ക സഖ്യകക്ഷി എന്ന നിലയിൽ യുദ്ധത്തിൽ ഇടപെടേണ്ടി വന്നു. ഈ യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ ലോക പോലീസ് എന്ന പദവി നഷ്ടപ്പെട്ടു. ലോകത്തിലെ വൻ ശക്തിയാണ് അമേരിക്ക എന്ന ധാർഷ്ട്യം നഷ്ടപ്പെട്ടു, എന്ന വിശ്വാസം നഷ്ടപ്പെട്ടു. ട്രംപ് അനാവശ്യമായ യുദ്ധത്തിലേക്ക് പോവുകയായിരുന്നു എന്നാണ് കമലാ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ. അമേരിക്കയിൽ തന്നെ ഈ യുദ്ധത്തിനെതിരെ ട്രംപിനെതിരെ പ്രതിഷേധം നടന്നു. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൻ്റെ ഉപരോധം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് IRGC. തങ്ങളുടെ കപ്പലുകൾ തടഞ്ഞാൽ ഒരു കപ്പലും ഹോർമുസ് കടലിടുക്കിലൂടെ പോകണ്ട എന്നാണ് IRGCയുടെ നിലപാട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഖൊമൈനി അടക്കമുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടും ഇറാൻ പിടിച്ചു നിന്നത് അത്ഭുതമാണ്. ഇറാൻ അമേരിക്കയുടെ അത്യന്താധുനിക യുദ്ധതന്ത്രത്തെ ബുദ്ധി കൊണ്ട് നേരിട്ടാണ് പിടിച്ചു നിന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ ഓരോന്നോരോന്നായി പുറത്ത് വരികയാണ്. F-35, F-15E അടക്കം 39 വിമാനങ്ങളാണ് ഇറാൻ സൈന്യം വെടിവെച്ചിട്ടത്. അമേരിക്കയ്ക്ക് 39 വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ കണക്ക് അമേരിക്ക പുറത്ത് വിട്ടിട്ടില്ല. ചുരുക്കത്തിൽ അമേരിക്കയുടെ F-35ഉം F-15Eയും ഒക്കെ അത്യന്താധുനികമായ വിമാനങ്ങളാണ്. ലോകത്തെ വിറപ്പിക്കുന്ന വിമാനങ്ങളാണ്. റഡാർ കണ്ണുകളെ വെട്ടിക്കുന്ന വിമാനങ്ങളാണ്. ആ വിമാനങ്ങളാണ് ഇറാൻ സൈന്യം വെടിവെച്ച് ഇട്ടത്. അതും ഒന്നും രണ്ടുമല്ല, 39 വിമാനങ്ങൾ. ഇതാണ് അമേരിക്കയുടെ തകർച്ചയ്ക്ക് കാരണമായി മാറിയത്. ഇറാന് മുമ്പിൽ തോറ്റു എന്ന് പറയാൻ ട്രംപ് ഇപ്പോഴും തയ്യാറല്ല. ഇറാൻ അതിനിടയിൽ അമേരിക്കയുടെ ആവശ്യങ്ങളൊക്കെ പൂർണ്ണമായും തള്ളി. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് ഇറാൻ പറഞ്ഞതായി ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അത് ഇറാൻ തള്ളിക്കളഞ്ഞു. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറില്ലെന്ന് ഇറാൻ പറഞ്ഞു. മാത്രമല്ല, ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇറാൻ്റെ നിലപാട്. പ്രധാനപ്പെട്ട ആവശ്യം തള്ളിക്കളഞ്ഞു. എന്തായാലും ഇറാനുണ്ടായ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറിക്കഴിഞ്ഞാൽ യുദ്ധത്തിൽ ഇറാനുണ്ടായ നഷ്ടത്തിന് പരിഹാരം നൽകാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറിക്കൊണ്ട് നഷ്ടപരിഹാരം വേണ്ട എന്ന തീരുമാനത്തിലാണ് IRGC. ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് IRGCയാണ്. മിതവാദികൾ ഇറാനിൽ ഉണ്ട്. പക്ഷേ അവരുടെ വാക്കുകൾക്കൊന്നും IRGC വില കൽപ്പിക്കുന്നില്ല. IRGC ഇറാൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത മട്ടാണ്. എന്തായാലും ഇറാനിൽ ഭരണമാറ്റം സംഭവിക്കും അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാക്കും എന്ന അമേരിക്കയുടെ വീമ്പ് പറച്ചിൽ അതൊക്കെ വെറുതെയാണെന്ന് തെളിഞ്ഞു.
ഇറാൻ ഭരണകൂടം സുസ്ഥിരമാണെന്ന് തെളിഞ്ഞു. അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് ഇറാന്റെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ പ്രകടനം നടന്നതും ശ്രദ്ധേയം. എന്തായാലും എല്ലാം കൊണ്ടും വല്ലാത്ത ഒരു സ്ഥിതിയിലായിരിക്കുകയാണ് ട്രംപ്. കമലാ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറുന്നു അമേരിക്കയിൽ.